പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. സീതാസമേതനായ ശ്രീരാമചന്ദ്രൻ വിപ്രവര്യന്മാർക്കും മറ്റും യഥാർഹം ധനമേകിയ ശേഷം പിതൃഭവനത്തിലേക്ക് പത്നിയോടും അനുജനോടും ഒന്നിച്ച് യാത്ര തുടർന്നു. ശ്രീരാമലക്ഷ്മണന്മാരുടെ തൃക്കൈകളിൽ വൈദേഹി ചാർത്തിയ പുഷ്പമാല്യാലംകൃതമായ ചാപങ്ങൾ നോക്കുവാൻ കൂടി സാധിക്കാത്ത മട്ടിൽ വെട്ടിത്തിളങ്ങി. രാജവീഥികളിൽ ആൾത്തിരക്കു കാരണം മടിമേടകളിൽ 7 നില മാളികകളിൽ കയറി നിന്ന് ശ്രേഷ്ഠ പുരുഷന്മാർ നിരുന്മേഷരായി അവരെ നോക്കി. കുട പോലുമില്ലാതെ നടന്നു പോകുന്ന ദശരഥനന്ദനന്മാരെ കണ്ടപ്പോൾ അവരുടെ ഹൃദയം പിളരുന്നത് പോലെ തോന്നി. ഗദ്ഗദാക്ഷരങ്ങളിൽ നോക്കൂ, ഏതൊരു മഹാനുഭാവന്റെ എഴുന്നള്ളത്തിൽ ചതുരംഗപ്പടകൾ പിന്നാലെ ഉണ്ടാകുമോ, ആ ധർമ്മസ്വരൂപിയുടെ ഒന്നിച്ച് ഇപ്പോൾ ഉള്ളത് സീതാദേവിയും ശ്രീ ലക്ഷ്മണകുമാരനും മാത്രം. എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യങ്ങളും സുഖങ്ങളും അനുഭവിച്ചറിഞ്ഞ രഘുനന്ദനൻ പിതൃവാക്യം പാഴാക്കാതിരിക്കുവാൻ തീരുമാനിച്ചു. അടിപതറാത്ത ധർമ്മനിഷ്ഠയാണിത്. ദേവന്മാർക്ക് പോലും കാണുവാൻ സമയം നോക്കേണ്ടിയിരുന്ന ജാനകീദേവിയെ നടുപ്പാതയിൽ നിൽക്കുന്നവർ കൂടി കാണുന്നു. രക്തചന്ദ്രാദികളായ ഉത്തമ ലേപനങ്ങൾ അണിഞ്ഞ് പ്രശോഭിച്ചിരുന്ന സീതാദേവിയുടെ പൂവുഴൽ, മഴ, തണുപ്പ്, ചൂട് എന്നിവ കൊണ്ട് ഒളികെട്ടി മങ്ങും. മഹാത്മാവായ ദശരഥ നൃപാലേന്ദ്രനെ ദുഷ്ടപിശാച് ബാധിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ഓമന മകനോട് ഇത്തരത്തിൽ പറയുവാൻ അവിടത്തേക്ക് തോന്നുകയില്ല. ഗുണങ്ങളൊന്നും ഇല്ലാത്തൊരു വഴിപിഴച്ച സന്തതിയോട് പോലും ഇങ്ങനെ പറയുന്ന പിതാവുണ്ടാകുമോ? ഇത്തരത്തിൽ ഉപേക്ഷിക്കുമോ? അഹിംസ, ദയ, മര്യാദ, ജ്ഞാനം, ധമം, ശാന്തി തുടങ്ങിയ 6 ഗുണങ്ങളെ കൊണ്ട് ലോകത്തെ മുഴുവൻ വിജയിച്ച ഈ പുരുഷോത്തമനെ എങ്ങനെയാണ് ദ്രോഹിക്കുക? വേനൽക്കാലത്ത് വെള്ളം വറ്റുമ്പോൾ ജലജന്തുക്കളെ പോലെ കുമാരൻ വിട്ടുപിരിയുമ്പോൾ നാട്ടുകാർ വലയും. ലോകനാഥനായ ശ്രീരാമഭദ്രന്റെ ദുഃഖം ജനങ്ങൾക്ക് ഓരോരുത്തർക്കും ആണുള്ളത്. മനുഷ്യരാകുന്ന മഹാവൃക്ഷത്തിന്റെ നാരായ വേരാണ് കൊച്ചു തിരുമേനി. കൊമ്പും ഇലയും പൂവും കായുമാകുന്ന നമ്മൾ വേരറ്റ വൃക്ഷം പോലെയായി. അതുകൊണ്ട് മറ്റൊന്നും ആലോചിക്കാനേയില്ല. ശ്രീ ലക്ഷ്മണകുമാരനെ പോലെ നമ്മളും പത്നി ബന്ധുക്കളോടുകൂടി അവിടുത്തെ പിന്തുടരുക. മന്ദിരങ്ങൾ, ആരാമങ്ങൾ, ദേവാലയങ്ങൾ എന്നിവയെല്ലാം ഉപേക്ഷിച്ച് ധർമ്മ ഉത്തംസമായ ശ്രീരാമചന്ദ്രനെ തുല്യ സുഖദുഃഖിതരായ നമുക്ക് പിന്തുടരണം. നിധികൾ കുഴിച്ചെടുത്ത് മുറ്റം തകർന്ന് ധനധാന്യാദി ഐശ്വര്യ വസ്തുക്കളൊന്നുമില്ലാതെ പൊടി, മാറാല എന്നിവ കൊണ്ട് ഒളികെട്ട് ദൈവസാന്നിധ്യം ഇല്ലാതെ തറകളിൽ എലിമടകൾ നിറഞ്ഞ് അടിച്ചു തളികൾ ഇല്ലാതെ പുക ഉയരാതെ ബലി ഹോമാദി സത്കർമ്മങ്ങൾ യാതൊന്നുമില്ലാതെ മന്ത്രജപാദി സത്കർമ്മങ്ങൾ യാതൊന്നും ഇല്ലാതെ മന്ത്രജപാദികളാൽ മുഖരിതമാകാതെ ദുഷ്കാലം തച്ചുടയ്ക്കപ്പെട്ട പോലെയുള്ള പാത്രങ്ങൾ ഒത്ത് നമ്മൾ ഉപേക്ഷിച്ച ഭവനങ്ങളോടുകൂടിയ രാജ്യത്തെ ആ കൈകേയി നേടിക്കൊണ്ട് ഭരിച്ചുകൊള്ളട്ടെ. ശ്രീരാമചന്ദ്രൻ പോകുന്ന ദണ്ഡകാരണ്യം നഗരമായി മാറ്റണം. നമ്മളെല്ലാം വനത്തിലെത്തുമ്പോൾ അയോധ്യാനഗരി അടവിയായി തീരും. മതഗജങ്ങളും സിംഹങ്ങളും ക്രൂരമൃഗങ്ങളും പക്ഷികളും നമ്മെ ഭയപ്പെട്ട് കാട് വിട്ടോടി ഒളിക്കട്ടെ. അല്ലെങ്കിൽ നാം വെടിഞ്ഞ നാട്ടിലേക്ക് വന്നു ചേരട്ടെ. പുത്രബന്ധു സമന്വിതയായ കൈകേയി നാം ഉപേക്ഷിച്ച നാട് നേടി കൃതകൃത്യയാകട്ടെ. പുല്ല്, മാംസം, കായ്കൾ ഇവ തിന്ന് മതിച്ചുകൊണ്ട് ഇരിക്കുന്ന ക്ഷുദ്രജീവികളാൽ പൂർണ്ണമായ അയോധ്യാനഗരിയെ ഭരിക്കട്ടെ. ശ്രീരാമകുമാരനെ കണ്ടുകൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും വനത്തിൽ സസുഖം വസിക്കാം. പ്രജാപ്രമുഖന്മാരുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടും രഘുവംശനായ രാമന്റെ ഹൃദയത്തിന് യാതൊരു ചാഞ്ചല്യവും വന്നില്ല. കൈലാസ ശൃംഗം പോലെ പ്രശോഭിക്കുന്ന മഹാരാജഭവനം മതഗജ വിക്രമിയായ ദാശരഥി കണ്ടു. വീരവീരന്മാരായ ആൾക്കാർ ഏറ്റവും വിനീതരായി പെരുമാറുന്നു. അടക്കുവാൻ കഴിയാത്ത വ്യസനം വ്യക്തമാക്കുന്ന വദനത്തോടെ മഹാമന്ത്രി സുമന്ത്രർ കൊട്ടാരവാതിൽക്കൽ നിൽക്കുന്നുണ്ട്. പൗരന്മാരുടെ ധീനത കണ്ടിട്ടും കുലുക്കമില്ലാതെ പിതൃവാക്യ സംരക്ഷണ തൽപരനായ ദേവൻ സുമന്ത്രരോട് അരുളി ചെയ്തു, അച്ഛനെ കാണുവാൻ അനുവാദം കാത്തുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നതായി സമയോചിതം മഹാരാജാവിനെ ഉണർത്തു. ഇന്ദീവര ദള ശ്യാമസുന്ദരനും അംബുജലോചനനുമായ ശ്രീരാമചന്ദ്രന്റെ നിർദ്ദേശമനുസരിച്ച് അന്തപുരത്തിലേക്ക് പ്രവേശിക്കുന്ന സുമന്ത്രർക്ക് അഴലൊതുക്കുവാൻ വളരെയേറെ വിഷമിക്കേണ്ടി വന്നു. ഗ്രസ്തനായ ആദിത്യനെ പോലെ വെണ്ണീർ മൂടിയ അഗ്നി പോലെ വെള്ളം വറ്റിയ തടാകം പോലെ നിസ്തേജസനായി ദീർഘനിശ്വാസമിടുന്ന മഹാരാജാവിനെ കണ്ടപ്പോൾ കണ്ണീരൊഴുക്കി തല താഴ്ത്തി തൊഴുതുകൊണ്ട് സൂതൻ സമീപത്തിലെത്തി. പേടിച്ചിടറിയ പരുക്കൻ ശബ്ദത്തിൽ
ജയാശിസ്സുകൾ ഓതി തുടർന്നു. മഹാപ്രഭോ, അവിടുത്തെ പുത്രൻ പുരുഷോത്തമനായ ശ്രീരാമകുമാരൻ സ്വയം സമ്പാദിച്ച ധനമെല്ലാം ബ്രാഹ്മണർക്കും ഭൃത്യന്മാർക്കും നൽകി കാനനഗമനോത്സുകനായി ബന്ധുമിത്രാദികളോട് വിട വാങ്ങി ഗോപുരദ്വാരത്തിൽ അനുവാദത്തിന് കാത്തുനിൽക്കുന്നു. തീക്ഷ്ണകിരണനായ സൂര്യനെ പോലെ ജാജ്വല്യമാനനും രാജഗുണങ്ങളെല്ലാം ഒത്തുചേർന്നവനുമായ ആ സത്യവിക്രമി ജഗതീപതിയായ അവിടുത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഗാംഭീര്യം കൊണ്ട് സാഗരതുല്യനും നർമ്മല്യത്താൽ ആകാശസദൃശനും സത്യവാനും ധർമ്മിഷ്ഠനുമായ ദശരഥ മഹാരാജാവ് അരുളി ചെയ്തു: സുമന്ത്ര, എൻ്റെ എല്ലാ പത്നിമാരോടും ഇവിടേക്ക് വരുവാൻ പറയൂ. സർവരും ഒന്നിച്ച് ധർമ്മസ്വരൂപിയായ രാമനെ ഞാൻ കാണട്ടെ. സുമന്ത്രർ അന്തപുരത്തിൽ ചെന്ന് മഹീപാലകന്റെ ആജ്ഞ ആ മാനിനീമണികളെ മുഴുവൻ അറിയിച്ചു. മഹാരാജാവിന് 350 പത്നിമാരുണ്ട്. സുമന്ത്രവചനം കേട്ട ആ മഹിളാരത്നങ്ങൾ ഭർത്തൃശാസന ശിരസാ വഹിച്ച് കൗസല്യാദേവിയെ അനുഗമിച്ചുകൊണ്ട് അതിവേഗത്തിലെത്തി. സത്പ്രജാചാരങ്ങളാൽ ശ്രേഷ്ഠകളായ സുന്ദരിമാരെ കണ്ടപ്പോൾ നൃപരേന്ദ്രൻ സൂതനെ നോക്കി: സുമന്ത്രരെ, എൻ്റെ ഉണ്ണിയെ വേഗം കൊണ്ടുവരൂ. സീതാലക്ഷ്മണ സമേതനായ ശ്രീരാമചന്ദ്രൻ അതിവേഗത്തിൽ താതസമീപത്തിൽ എത്തി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.